നമസ്കാരം. കത്തോലിക്ക സഭയുടെ ഭാവി എന്താണ്? സഭ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെ? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. ഇന്ന് കത്തോലിക്ക സഭയുടെ ഭാവി ഏറെ സങ്കീർണമാണ്. വെല്ലുവിളികളും അവസരങ്ങളും നിറഞ്ഞതാണ്. മതേതരവൽക്കരണവും ആഭ്യന്തര പ്രശ്നങ്ങളും നേരിടുമ്പോൾ തന്നെ ആഗോളതലത്തിൽ, പ്രത്യേകിച്ച് ആഫ്രിക്കയിലും ഏഷ്യയിലും സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദരിദ്രരുടെയും മാറ്റി നിർത്തപ്പെട്ടവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുക, സാമൂഹിക നീതി പ്രോത്സാഹിപ്പിക്കുക, ഡിജിറ്റൽ ലോകവുമായി ഇടപഴകുക എന്നിവയാണ് ഭാവിയിൽ കത്തോലിക്ക സഭ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പ്രധാന മേഖലകൾ. ഇന്നത്തെ കത്തോലിക്ക സഭയുടെ ഭാവി രൂപപ്പെടുന്നത് അതിന്റെ ആഗോള സാന്നിധ്യം, ആന്തരികമായുള്ള പരിഷ്കാരങ്ങൾ, ലോകത്തിലെ വെല്ലുവിളികളോടുള്ള ഇടപെടൽ തുടങ്ങിയ ഘട്ടങ്ങളാലായിരിക്കും. ഇതിൽ കൂടുതൽ സാധാരണ വിശ്വാസികളുടെ പങ്കാളിത്തം, കൂടുതൽ കേന്ദ്രീകൃതമല്ലാത്ത ഘടന, സാമൂഹിക നീതിയിലും പരിസ്ഥിതി വിഷയങ്ങളിലുമുള്ള സഭയുടെ ഇടപെടൽ എന്നിവയെ ആശ്രയിച്ചിരിക്കും. സഭയിൽ അപനിർമ്മാണവും പുനർനിർമ്മാണവും നടക്കണം. സഭ അപനിർമ്മാണത്തിന് തയ്യാറായേ മതിയാകൂ. കത്തോലിക്ക സഭയിലെ പ്രധാന പ്രവണതകളും വെല്ലുവിളികളും എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ആഫ്രിക്കയിലും ഏഷ്യയിലും കത്തോലിക്ക സഭ ഗണ്യമായ വളർച്ച നേടുന്നുണ്ട്. അതേസമയം യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും വൻതോതിൽ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. ആഗോള കത്തോലിക്ക സഭയ്ക്കുള്ളിൽ ഇന്ന് വളരുന്ന വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ സഭയുടെ നേതൃത്വത്തിനും ശുശ്രൂഷയ്ക്കും പൊരുത്തപ്പെടാനാവുന്നതുമായ ഒരു സമീപനം ആവശ്യമാണ്. ലൈംഗിക ദുരുപയോഗം, പൗരോഹിത്യ മേധാവിത്വം, വിശ്വാസികളും പുരോഹിതന്മാരും തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളലുകൾ തുടങ്ങിയ പ്രശ്നങ്ങളുമായി കത്തോലിക്ക സഭ പോരാടുകയാണ്. കൂടുതൽ സുതാര്യത, ഉത്തരവാദിത്വം, തീരുമാനമെടുക്കുന്നതിൽ വിശ്വാസികളുടെ പങ്കാളിത്തം എന്നിവയിലൂടെ ഈ വെല്ലുവിളികൾ നേരിടാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദരിദ്രർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും വേണ്ടി വാദിക്കുന്നതിൽ കത്തോലിക്ക സഭാ നേതൃത്വം ലോകത്തിൽ കൂടുതൽ അംഗീകാരം നേടിയിട്ടുണ്ട്. ഇത്തരം ശ്രമങ്ങൾ, സഭയുടെ ഇടപെടലുകൾ ലോകത്തിന് മാതൃകയാണ്. സഭയുടെ പൊതു ഇടപെടലും വിശാലമായ സമൂഹവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ഇത്തരം സമീപനങ്ങൾ കൊണ്ട് സാധിക്കുന്നതാണ്. ഡിജിറ്റൽ യുഗം സഭയ്ക്ക് വെല്ലുവിളികളും അവസരങ്ങളും നൽകുന്നുണ്ട്. സുവിശേഷവൽക്കരണം, സമൂഹ നിർമ്മാണം, യുവതലമുറയുമായി ഇടപഴകൽ എന്നിവയുമായി ഡിജിറ്റൽ മീഡിയ ഉപയോഗിക്കുന്നതിനുള്ള സമീപനം സഭ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായും ലോകമതങ്ങളുമായും പാലങ്ങൾ പണിയാൻ സഭ പ്രതിജ്ഞാബദ്ധമാണ്. വൈവിധ്യമാർന്നതും പരസ്പര ബന്ധിതവുമായ ഒരു ലോകത്ത് ധാരണയും സഹകരണവും വളർത്തിയെടുക്കുന്നതിന് ഈ പ്രതിബദ്ധത നിർണായകമാകും. മതാന്തര ഡയലോഗും സംവാദവും സജീവമാകണം. വിവിധ ശുശ്രൂഷകളിൽ കന്യാസ്ത്രീകളുടെ കഴിവുകളും സംഭാവനകളും സഭ കൂടുതലായി അംഗീകരിക്കുന്നു. നേതൃത്വത്തിലും തീരുമാനമെടുക്കലിലും സ്ത്രീകളുടെ റോളുകൾ വികസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുരോഹിതരുടെ എണ്ണത്തിൽ സഭ കുറവ് നേരിടുന്നു. പൗരോഹിത്യത്തിലേക്കുള്ള ആഹ്വാനത്തിന് ഉത്തരം നൽകുന്നവരെ മികച്ച രീതിയിൽ തയ്യാറാക്കാനും പിന്തുണയ്ക്കാനുമുള്ള വഴികൾ ആരായുകയാണ്. വിവാഹിതരായ പുരുഷന്മാർക്ക് ഡീക്കൻ പട്ടം നൽകാനുള്ള സാധ്യതകൾ സജീവമായി തുടരുകയാണ്. അൽമായരുടെ പ്രാധാന്യവും സഭാ ജീവിതത്തിൽ അവരുടെ സജീവ പങ്കാളിത്തത്തിന്റെ ആവശ്യകതയും സഭ തിരിച്ചറിയുന്നു. അൽമായരെ ശാക്തീകരിക്കാനും തീരുമാനമെടുക്കലിൽ അവരെ ഉൾപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാലഘട്ടം അൽമായരിൽ നിന്ന് ആവശ്യപ്പെടുന്ന തീക്ഷ്ണത ചെറുതല്ല. ശരിക്കും പറഞ്ഞാൽ ആധുനിക സാഹചര്യങ്ങൾ അവരുടെ അപ്പസ്തോലത്വം വിശാലമാക്കുകയും തീവ്രമാക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. നിരന്തരം വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ, ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ തുടർച്ചയായ പുരോഗതി, അടുത്ത വ്യക്തിബന്ധങ്ങൾ ഇവയൊക്കെ അൽമായർക്ക് മാത്രമായി തുറന്നിരിക്കുന്ന മേഖലകളിൽ, പ്രത്യേകിച്ച് അൽമായരുടെ വിദഗ്ധ ശ്രദ്ധയും പഠനവും ആവശ്യമുള്ള പുതിയ പ്രശ്നങ്ങളും ഈ ഘടകങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. മനുഷ്യജീവിതത്തിന്റെ പല മേഖലകളിലും കൂടുതൽ സ്വയം ഭരണാധികാരമുള്ളതായി മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ അപ്പസ്തോലിത്വം കൂടുതലായി അനിവാര്യമാകുന്നു. ഇത് അങ്ങനെ തന്നെയാണെങ്കിലും ചിലപ്പോൾ ധാർമ്മികവും മതപരമായ ക്രമത്തിൽ നിന്ന് ഒരു പരിധിവരെ വ്യതിചലിക്കുന്നതും ക്രിസ്തീയ ജീവിതത്തിന് ഗുരുതരമായ അപകടവും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ പുരോഹിതന്മാർ വളരെ കുറവുള്ള പല സ്ഥലങ്ങളിലും ചില സന്ദർഭങ്ങളിൽ പുരോഹിത വേലയ്ക്ക് അർഹമായ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നിടത്തും അൽമായരുടെ പ്രവർത്തനമില്ലാതെ സഭയ്ക്ക് നിലനിൽക്കാനും പ്രവർത്തിക്കാനും സാധിക്കില്ലല്ലോ. മൊത്തത്തിൽ ഇനിയുള്ള കത്തോലിക്ക സഭയുടെ ഭാവി സേവനത്തിന്റെയും കാരുണ്യത്തിന്റെയും ദൗത്യത്തോടുള്ള പ്രതിബദ്ധതയിൽ അധിഷ്ഠിതമായിരിക്കും. ഇന്നത്തെ നമ്മുടെ സംസ്കാരം സംഭാഷണത്തിന്റെ സംസ്കാരമായേ മതിയാകൂ. എക്യുമെനിസം ഒരു ജീവിത ശൈലിയാകണം. മതാന്തര സംഭാഷണം മനോഭാവമാകണം. അതിരുകൾ ഭേദിച്ച് ആളുകളെ ചേർത്ത് നിർത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് കത്തോലിക്ക സഭ വളരേണ്ടതുണ്ട്.